അവൾക്ക് നല്ലോണം സങ്കടം വന്നിക്കണു. അവള് നല്ലോണം സങ്കടപ്പെടട്ടെ. അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്റെ കൂട്ട് വിട്ടിട്ട് അവരുടെ കൂടെ കൂടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതെ, അങ്ങനെ തന്നെ വേണം അവൾക്ക്. ചക്കി വിഷമിക്കാതിരിക്കണേ. ചക്കി സങ്കടപ്പെട്ട് നിൽക്കാൻ വേണ്ടിട്ടേ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ലോണം സങ്കടം വരുന്നുണ്ട് കേട്ടോ. ചക്കി, അത് പിന്നെ ചിന്നസേ, ഞാൻ കുട്ടികളുടെ ഇടയിലൊക്കെ നാണം കെട്ടില്ലേ? അത് മാത്രമല്ല, ഇന്നലെ എനിക്ക് നല്ലപോലെ ഉറക്കം വന്നിട്ട് ആ ഉറക്കൊക്കെ വെച്ചിട്ട് ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്ത് തീർത്തതാണ്. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനതെ എന്റെ ബാഗിൽ തന്നെ വെച്ചതാ. പിന്നെ അത് എവിടെ പോവാനാ? അതൊന്നും സാരില്ല ചക്കി, ഇനി പോട്ടെ, ഇനി ശ്രദ്ധിച്ചാ മതി. നിനക്ക് അതൊക്കെ പറയ തക്കടുവാവേ. പക്ഷേ എന്റെ സങ്കടം അത് തീരൂല. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനി നേരെ നോക്കി കൊണ്ടുവരും നോട്ട്, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാ? എന്നാലും അത് ഇങ്ങനെ സംഭവിച്ചു. ഞാൻ ബാഗിനുള്ളിൽ വെച്ചതാ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ മറന്നതാവും ചക്കി. അല്ലാതെ നീ ബാഗിൽ വെച്ച നോട്ട് ബുക്ക് അത് എവിടെ പോവാനാ? ആ നോട്ട് ബുക്ക് എവിടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാടി നിങ്ങൾക്ക്. അതോടെ തീരും നിങ്ങളുടെ കൂട്ടുകെട്ട്. ഈ മീനുവിനോടാ കളി. മീനു ഇപ്പൊ കൂട്ടുകാരൊന്നുമില്ലാതെ ഒറ്റക്ക് നിക്കല്ലേ? എന്നാലും വല്ലാത്തൊരു ചതി തന്നെയാണ് കേട്ടോ എന്നോട് ചക്കി ചെയ്തത്. എനിക്ക് കൂട്ടുണ്ടോന്ന് ഇല്ലേന്ന് ഞാനിപ്പൊ കാണിച്ചു തരടാ നിനക്ക്. ഞനക്ക് കൂട്ടി കൂടാൻ കിട്ടിയത് ഇപ്പൊ. ഇത് പേടിച്ചണ്ട, അന്റെ ഒപ്പം ഞാനില്ലേ, പിന്നെന്താ പ്രശ്നം? നീ ഒന്ന് പോടേക്രൂ, നീ നോക്കിക്കോ, അവൾ എന്റെ പിന്നാലെ വരും. നടക്കട്ടെ നടക്കട്ടെ, നടന്നിരിക്കുന്നു. നീ ഇവിടെ നിന്ന് ഇനി എന്റെ കളി കാണ്, മനസ്സിലായേക്രൂ? ഇവിടെ പൊട്ടാ, മനസ്സിലായോന്ന്? ഇന്നിത് വേഗം പൊട്ടി എന്തൊക്കെ കാറ്റടി പെണ്ണേ. ഇപ്പൊ ശരിയാക്കി തരാം. എടി ചക്കി, ചക്കി, അതാ നിന്നെ മീന് വിളിക്കണോ? എന്ത് മീനോ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നോടോ? എനിക്കൊന്നും കേക്കണ്ട, നീ പോയേ. എടി ചക്കി, നീ ഒന്ന് ഇങ്ങോട്ട് വാ. ഇതാ നോക്ക് മീനു, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഭയങ്കര ടെൻഷനായി നിൽക്കാൻ ഞാന്. അതിൽ കൂടെ നീ എന്നെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. നിന്റെ ടെൻഷനൊക്കെ മാറ്റാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ടടി. ആ ഇക്രുവിന്റെ വല്ല മക്കള ബുദ്ധിയായിരിക്കും. എടി ചക്കി, പെണ്ണെ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തായാലും പോയി നോക്ക് ചക്കി. ഇതാ വരുന്നു. ചിന്നു, അവൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ പോയി നോക്കട്ടെ. എടി ചിന്നു, എന്ത് പണിയും കൊണ്ടടി അവൾ വന്നിട്ടുണ്ടാവുക? എന്തൊക്കെയാണാവോ? ആ ഇക്രു ഉണ്ട് കൂടെ. എന്താ മീനു പറ. എടി പെണ്ണെ, നിനക്ക് പെണ്ണൊന്നും പറ്റില്ല അല്ലേ? ഇത് പറയാനാണോ നീ എന്നെ വെച്ചേ? അതൊന്നല്ലടി പെണ്ണേ. പിന്നെ എന്താ? നീ ഒന്ന് വേഗം പറ. നിനക്ക് ഇപ്പൊ എന്തിനാ ടെൻഷൻ? അത് പറ നീ. നിനക്കറിയില്ലേ എനിക്ക് എന്തിനാ ടെൻഷൻ എന്ന്? എന്റെ ടീച്ചർ കുട്ടികളുടെ ഇടയിലൊക്കെ വെച്ച് നാണം കെടുത്തില്ലേ? നീ കണ്ടതല്ലേ അതൊക്കെ? ഞാൻ കണ്ടു, നമ്മുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും കണ്ടു. പിന്നെ ഞാൻ എങ്ങനെയുണ്ട് ഇങ്ങനെ ഇരിക്കാതിരിക്കോ? ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഹോംവർക്ക് എല്ലാം ചെയ്ത് എന്റെ ബാഗിൽ തന്നെ നോട്ട് ബുക്ക് വെച്ചതാണ്. പിന്നെ അത് എവിടെ പോവാനാ? അത് എവിടെ പോയതെന്ന് നിനക്ക് അറിയോ? എവിടെയാ? എടി പെണ്ണി, കള്ളനെ, കപ്പലിൽ തന്നെയാ. നീ എന്താ മീന പറയണേ? ഞാൻ എന്താ പറയുന്നേ നിനക്കിപ്പൊ മനസ്സിലാക്കി തരാടി ഞാൻ. നീ എന്റെ കൂടെ ഒന്ന് വന്നേ. ഞാൻ നിന്റെ കൂടെ എന്തിനാ വരുന്നേ? ഇതാ നോക്ക് ചക്കി, ഞാനാ വിളിക്കണേ. നീ എന്റെ കൂടെ ഒന്ന് വാ, നിനക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാ. വഴിയിൽ നിന്നൊന്ന് മാറി നിൽക്കിക്രൂ. ഞാൻ എപ്പോഴും മാറി തന്നു. മിസ്സേ, ഇതാ മെഹന്തി മത്സരത്തിന് പേര് തന്ന കുട്ടികളുടെ ലിസ്റ്റ്. താല്പര്യമുള്ള കുട്ടികളുടെ പേരെല്ലാം എഴുതിയില്ലേ? എല്ലാം എഴുതിയിട്ടുണ്ട് മിസ്സേ. ഇങ്ങോട്ട് തന്നോളൂ. നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടില്ലേ? ഞങ്ങൾ പങ്കെടുക്കാതിരിക്കും മിസ്സേ. നിങ്ങളില്ലാത്ത പരിപാടിയില്ലല്ലോ അല്ലേ? അല്ല പിന്നെ. നീതു എന്താ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ? അങ്ങനെയൊന്നുമില്ല മിസ്സേ. അല്ല, എപ്പോഴും ഇങ്ങനെ അല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നീതു, ടീച്ചർ പറഞ്ഞ സത്യമാണല്ലോ. നിനക്ക് എന്തൊരു മൂഡ് ഓഫ്? എങ്ങനെ മൂഡ് ഓഫ് ആകാതിരിക്കും? എന്ത് പറ്റി പറ പെണ്ണേ. എടി പെണ്ണേ, കഴിഞ്ഞ തവണ മത്സരത്തിൽ ആര് ജയിച്ചേ നിനക്ക് ഓർമ്മയുണ്ടോ? ആ പ്രിയയല്ലേ ജയിച്ചേ? അതെ, ഇത്തവണയും അവൾ ജയിക്കില്ലെന്ന് ആര് കണ്ടു? എടി പെണ്ണേ, അതിനല്ലേ നമ്മൾ നന്നായി പരിശ്രമിക്കുന്നേ. ഇത്തവണ നോക്കിക്കോ, നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ തവണ എന്തായിരുന്നു അവളുടെ അഹങ്കാരം? അവൾക്ക് നമ്മുടെ മുഖത്ത് നോക്കി അഹങ്കാരത്തോടെ ഒരു ചീരുണ്ട് ജയിച്ചു കഴിഞ്ഞാല്. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കും നീതു, നമ്മൾ തന്നെ ജയിക്കും. ജയിക്കും, അല്ലെങ്കിൽ ഞാൻ ശരിയാക്കി കൊടുക്കാവളെ. അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ ഞാൻ കൊടുക്കും. പിന്നെ അല്ല, നീ ടെൻഷൻ ആവാതിരിക്കും നീതു. എനിക്ക് ടെൻഷനൊന്നുമില്ല, നോക്കിക്കോ, ഞാൻ തന്നെ ജയിക്കും. എന്നിട്ട് എനിക്ക് അവളുടെ മുന്നിൽ പോയി നിൽക്കണം. അവൾ കഴിഞ്ഞ തവണ എന്നെ നോക്കി ചിരി ചിരിച്ചിട്ടുണ്ട്, അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ നീതുവിന്റെ പേര് നീ
മനസ്സിലാവുന്നില്ല. നീ ശാന്തമായിരിക്ക്, എല്ലാം ശരിയാവുന്ന്. ശരിയാവും. ശരിയാവാതെ എവിടെ പോവാനാ? എന്താ മീനു ഒന്നും മിണ്ടാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ മിണ്ടാതെ നിൽക്കാണെന്ന്? നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. എന്താ പെണ്ണേ, എന്താണ്? ദാ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഈ ഡെസ്കിൽ ഇരിക്കുന്ന ബാഗ് ആരുതാണ്? ഈ ബാഗ് ആരുതാന്ന് ചോദിക്കാനാണോ നീ എന്നെ കൊണ്ടുവന്നേ? നീ പറ ചക്കി, ഈ ബാഗ് ആരുടെയാ? അത് അത് പിന്നെ ഈ ബാഗ് തക്കുടുവാവയുടെ ബാഗല്ലേ? ആണല്ലോ, മനസ്സിലായോ? അത് തക്കുടുവാവയുടെ ബാഗാണ്. അതിനിപ്പോ എന്താ? അത് തക്കുടുവാവയുടെ ബാഗാണ്. അതിന് എനിക്കൊന്നുമില്ല, പക്ഷെ നിനക്കുണ്ട്. ഒന്ന് കാര്യം പറ പെണ്ണേ, വെറുതെ മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ ആക്കാതെ. കാര്യം നിനക്ക് കേൾക്കണോ? നീ ആ ബാഗ് ഒന്ന് തുറന്നു നോക്ക്, അപ്പൊ കാണാം നിനക്ക് കാര്യം. ഞാൻ പറയാതെ തന്നെ. ഞാൻ എന്തിനാ അവളുടെ ബാഗ് തുറന്നു നോക്കുന്നേ? നീ ഒന്ന് തുറന്നു നോക്ക് ചക്കി, ഞാനല്ലേ പറയുന്നേ. ഇതാ നോക്ക് നീ, ഇതാരുടെ നോട്ട് ബുക്കാണെന്ന്. വിശ്വാസം വന്നില്ലെങ്കിൽ അതൊന്ന് തുറന്നു നോക്കടി. നേരെ കണ്ണു തുറന്ന് അങ്ങോട്ട് നോക്ക്, ഇത് നിന്റെ നോട്ട് ബുക്കല്ലേന്ന്. മനസ്സിലായോ? നിന്റെ കൂടെ നിന്ന് സാധിക്കുന്ന കൂട്ടുകാരികളെ നിനക്ക്. അവർ നിന്നെ മനഃപൂർവ്വം കുടുക്കിയതാ. ഇതിനു വേണ്ടിട്ടാ അവൻ നിന്റെ കൂടെ കൂടിയത്. മനസ്സിലായോടി? പൊട്ടത്തി നിനക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കാതെ കാര്യം പറയടി. നിനക്ക് മനസ്സിലായോന്ന്? നിന്നെ ടീച്ചർ ഇവിടെ നിന്ന് ചീത്ത പറയുമ്പോഴും അവര് രണ്ടുപേർക്കും ഇതറിയാം. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടതാ. മീനു അവരങ്ങനെ ചെയ്തോ? എടി ചെയ്തോന്നോ? ഞാൻ ഇന്ന് രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ആ തക്കുടുവാവയും ചിന്നും കൂടെ അവളുടെ ബാഗിലേക്ക് നിന്റെ നോട്ട്ബുക്ക് എടുത്തു വെക്കുന്നത്. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനപ്പ പറഞ്ഞ നീ വിശ്വസിക്കോ? ഇല്ലല്ലോ. നീ അവരുടെ കൂടെ അല്ലായിരുന്നോ? നോക്കിക്കോ, അവർ ആരോടാ കളിച്ചത്? ഈ ചക്കി ആരാണെന്നേ അവർക്ക് ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം. ഞാനും ഉണ്ടടി നിന്റെ കൂടെ. നമുക്ക് രണ്ടുപേർക്കും അവരെ ശരിയാക്കി കൊടുക്കണം. ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം, അതുപോലെ തന്നെ നീ ചെയ്യണം. മനസ്സിലായോ? നീ പറ, ഞാൻ ചെയ്യാന്ന്. നാളെ മെഹന്തി മത്സരല്ലേ നടക്കാൻ പോകുന്നേ? അപ്പൊ നമുക്കൊരു കലക്ക് കലക്കണം. ഇപ്പൊ നീ അവരുടെ കൂടെ തന്നെ കൂടിക്കോ. അവർക്കൊരു സംശയം തോന്നണ്ട. മനസ്സിലായോ? മനസ്സിലായോന്ന്? അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിരിക്കണു. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? പിന്നല്ല, അവർക്ക് ഞാനേ ശരിയാക്കി കൊടുക്കണുണ്ട്. അല്ല, ആരപ്പത്? ചിന്നൂട്ടിയോ? സുലൈമാനിക്ക് ഇവിടെ തന്നെ ഇരിക്കാനോ? ഞാനിപ്പോ അല്ലാതെ എവിടെ പോവാനാ എന്റെ ചിന്നൂട്ടിയെ? എന്തിപ്പോ ഇങ്ങോട്ടൊക്കെ? ഈ സുലൈമാനിക്കാരെ കാണാനൊന്നും വേറെ പതിവില്ലല്ലോ. ഇത് എന്തിനാ എന്റെ കുട്ടികളെ തുളസിക്കാട്ടിലെ യക്ഷി പോണ പോലെ ഇങ്ങനെ ചിരിച്ചിട്ട് ഈ സുലൈമാൻകാരനെ പേടിപ്പിച്ചത്? യക്ഷി വന്ന സുലൈമാൻക്ക് പേടിച്ചൂല, പക്ഷെ ചിന്നൂട്ടി വന്നാലേ ഈ സുലൈമാൻക്ക് ചിലപ്പോ പേടിച്ചു. എടി കുഞ്ഞാപ്പോ, ഇതെന്താ പെണ്ണുങ്ങളെ പിന്നിൽ മറിഞ്ഞു നിൽക്കണത്? അന്നൊന്നും ഈ വൈക്കന്നെ കാണാനല്ലോ. അല്ല, എന്തപ്പം ഇങ്ങനെ ഒരു യാത്ര? കാര്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം. നാളെ ഞങ്ങളുടെ സ്കൂളിലെ മൈലാഞ്ചി മത്സരം നടക്കുന്നുണ്ട്, മെഹന്തി മത്സരം. ഇപ്പൊ കാര്യം പിടികിട്ടി. അതിന് മൈലാഞ്ചി വേണം. അതിനല്ലേ ഈ സുലൈമാൻക്കാരെ കാണാൻ പുതിയേക്കണത്? അത് പിന്നെ ഇച്ചറിയാലോ എന്റെ കാന്താരിക്കുട്ടിനെ. നിങ്ങക്ക് എത്ര വേണമെന്ന് വെച്ചാല് പറിച്ചെടുത്ത് കൊണ്ടേക്കോളും കുട്ടികളെ. ഒരു ഫസ്റ്റ് നിങ്ങൾക്ക് സമ്മാനം കിട്ടുമ്പോഴേ ഈ സുലൈമാൻകാരൊന്ന് ഓർത്താ മതി. എന്ത് കുട്ടികളെ സമ്മാനം? അത് നന്നായിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പൊ എന്തിനാപ്പ അത്? ആ ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കാനോ? അയക്കും നല്ല വല്ല തിന്ന് ഞങ്ങൾക്ക് വല്ല മുട്ടായി തന്നിടോൽക്ക്. ഇങ്ങക്ക് ട്രോഫി മതിച്ചാ നിങ്ങൾ ട്രോഫി വാങ്ങിക്കോളി. ഇച്ചിപ്പ എന്താ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞതാ. നിങ്ങക്ക് തിന്നുമ്പോ ഒരു രസമല്ലേ വെച്ചിട്ടേ. നിങ്ങൾ അതിനൊന്നും നിങ്ങൾ പേടിച്ചണ്ട. അതൊക്കെ എന്റെ ഐസുമ തരും നിങ്ങക്ക്. ഇവിടെ കവറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഒന്നങ്ങോട്ട് എടുത്ത് തരുള്ളൂ. ഓളെ ചെവിയിലേ പടക്കം പൊട്ടിച്ചോണ്ടിരും, എന്നാലേ ഓൾക്ക് ചെവി കേൾക്കുള്ളൂ.
എന്റെ കുട്ടികളെ ഓള് നിങ്ങളെ ചിരി കേട്ടുകൊണ്ട് വരണ്ട. ഇന്നപ്പൊ അത് മതി. നിങ്ങക്ക് കവറും കിട്ടൂല മൈലാഞ്ചിയും കിട്ടൂല. മുണ്ടാതെ ഇരുന്നോളി അവിടെ. ഞങ്ങൾ പറഞ്ഞെടുക്കും സുലൈമാനിക്ക് ആയിഷമാത്താനെ ചെവി കേൾക്കൂലെന്ന് കുറ്റം പറഞ്ഞില്ല അതങ്ങോട്ട് പറഞ്ഞെടുക്കും. അപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ആ ഇങ്ങക്ക് അത് വലിയ സൂപ്പറൊക്കെ തന്നെ இருக்கும். ഇച്ചേ അത് വലിയ സൂപ്പർ നല്ലിട്ട് ചീനു കുട്ടിയെ. ഐസുമ്മ